എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ട് ഒരു അവ്യക്തത നിലനിൽക്കുന്നു എന്ന് സംശയരൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശ്രീ വേണു, ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഈ പ്രസൂത് അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ അദ്ദേഹം കോച്ചിനെയും വിനേഷ് ഫോഗട്ടിൻ്റെയും മാത്രം ഉത്തരവാദിത്തമാണെന്നൊക്കെ അദ്ദേഹം വളരെ എളുപ്പത്തിൽ പറഞ്ഞു വെക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, വിനേഷ് ഫോഗട്ടിന് ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും ഇദ്ദേഹം ഈ നിമിഷം വരെ സംസാരിച്ച് ഞാൻ കണ്ടില്ല. എനിക്ക് മനസ്സിലാകുന്ന ഈ ഇത്തരം അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിൽ ഇവരുടെ വെയിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവർ ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരുടെ ഭക്ഷണവും മറ്റു വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ന്യൂട്രീഷനിസ്റ്റാണ്. അവർക്ക് ശമ്പളം കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ് അവരെ നിയമിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ നോക്കാനാണല്ലോ. എന്തുകൊണ്ടാണ് ന്യൂട്രീഷനിസ്റ്റ് ആരാണെന്നോ അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്നോ അദ്ദേഹം ഇക്കാര്യത്തിലെടുത്ത നടപടികൾ എന്താണെന്നോ ഈ നിമിഷം വരെ ഇവരാരും പറയാത്തത്? അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വിനേഷ് ഫോഗട്ടിന് ഗവൺമെൻറ് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ന്യൂട്രീഷനിസ്റ്റിൻ്റെ പേര് ഡിൻഷോ പോഡിയോവാല എന്ന് പറഞ്ഞ ആളാണ്. ഇദ്ദേഹം എവിടെയുള്ള ആളാണെന്നറിയോ? ഇതിനു മുമ്പ് അദ്ദേഹം ജോലി ചെയ്തിരുന്ന കോകിലാബെൻ ധീരുഭായ് അംബാനി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിയക് സർജനാണ്. അതായത് കൈയും കാലൊക്കെ ഒടിയുമ്പോൾ അല്ലെങ്കിൽ എല്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന അത്തരത്തിലൊരു സർജനാണ്, അത്തരത്തിലൊരു എക്സ്പെർട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെയാണ് ന്യൂട്രീഷനിസ്റ്റായിട്ട് വിനേഷ് ഫോഗട്ടിന് ഗവൺമെൻറ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹമാണ് വിനേഷ് ഫോഗട്ട് എത്തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്, എപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത്, അതിൻ്റെ അളവ് എങ്ങനെയാണ്, വെയിറ്റ് കുറയ്ക്കണോ കൂട്ടണോ എന്നൊക്കെ തീരുമാനിക്കുന്നവരാണ്. മനസ്സിലായില്ലേ? ആ പേര് പരാമർശിക്കാതെയാണ് ഇവരെല്ലാം ഈ നിമിഷം വരെ കടന്നു പോകുന്നത്. ഇവിടെ ഭരണകൂടം അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു എല്ല് രോഗ വിദഗ്ധനെയാണ് ന്യൂട്രീഷനിസ്റ്റായിട്ട് നിയമിച്ചുകൊണ്ടാണ് നമ്മളോട് ഗോൾഡ് മെഡൽ മേടിക്കണമെന്ന് വിനേഷ് ഫോഗട്ടിനെ പോലുള്ള താരങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഒരു വേൾഡ് ചാമ്പ്യനെ തോൽപ്പിക്കുന്നു, ഒളിമ്പിക് ചാമ്പ്യനെ തോൽപ്പിക്കുന്നു. ഇതേവരെ തോൽവി അറിയാത്ത ഒരു കായിക താരത്തെ തോൽപ്പിച്ചുകൊണ്ട് ഫൈനലിലേക്ക് എത്തുന്ന വിനേഷ് ഫോഗട്ടാണ്. ഇന്നലെയൊക്കെ ഗോദയിൽ വിജയിച്ച വിനേഷ് ഫോഗട്ട് എന്തുകൊണ്ട് ഇന്ന് അണിയറയിലെ ചില കരുനീക്കങ്ങളിൽ പരാജയപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അപ്പീൽ കൊടുത്തു എന്ന് പറയാം. ഈ ഒളിമ്പിക് അസോസിയേഷനോ അല്ലെങ്കിൽ റെസ്ലിംഗ് അസോസിയേഷനോ ഒക്കെ കൊടുക്കുന്ന അപ്പീലിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇവർ യാചിക്കുകയാണ് ഈ തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കണമെന്ന് യാചിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ലീഗലായിട്ടുള്ള നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യാമെന്ന് ഒരു രീതിയിലും ഇവർ സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. ഇന്ന് കേന്ദ്രമന്ത്രി തന്നെ ഇന്ത്യൻ പാർലമെന്റിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്ന ഒരു കാര്യം നമ്മൾ കേട്ടു. അദ്ദേഹം 6 മിനിറ്റ് സംസാരിച്ചു. എഴുതി വായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൽ 2 മിനിറ്റ് നമ്മൾക്ക് എല്ലാവർക്കും, ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും, ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ വാർത്ത കേട്ട മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. 4 മിനിറ്റ് അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം കായിക താരങ്ങൾക്ക് കൊടുത്തിട്ടുള്ള സഹായങ്ങൾ, അവർ ഒരുക്കി കൊടുത്തിട്ടുള്ള സാമ്പത്തികമായിട്ടും അല്ലാതെയുള്ള സഹായങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനപ്പുറത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാകും എന്ന് നമ്മളെല്ലാം ഇന്നലെ രാത്രിയും ഇന്ന് പകലുമൊക്കെ വിശ്വസിച്ച ഒരാൾക്ക് ഇങ്ങനെ ഒരു പരാജയം വരുമ്പോൾ ഇത് രാജ്യത്തിന് വന്ന വലിയ മാനക്കേടാണെന്നുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് ഈ ദേശസ്നേഹികൾക്ക് ഇൻവെർട്ടഡ് കോമയിൽ ദേശസ്നേഹികൾക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല? അതിനുത്തരം വിനേഷ് ഫോഗട്ട് ഇന്നലെ അവർ ഫൈനലിലേക്ക് കയറുമ്പോൾ മുതൽ അതിനുശേഷം ഈ രാജ്യത്തെ ആരൊക്കെയാണ് വിനേഷ് ഫോഗട്ടിൻ്റെ വിജയം ആഘോഷിച്ചത്? ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള പോരാളികൾക്കൊപ്പം നിൽക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് വിനേഷ് ഫോഗട്ടിൻ്റെ വിജയം ആഘോഷിച്ചത്. പകരം അവർ വിജയിക്കേണ്ട എന്നും ആ വിജയത്തിൽ പോലും അവരെ ആക്ഷേപിച്ച് സംസാരിക്കുന്നത് ഏതൊക്കെ ആളുകളായിരുന്നു, എത്തരത്തിലുള്ള ഹാൻഡിലുകളാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് സംഘപരിവാർ ഹാൻഡിലുകൾ അവർ വിജയത്തെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്.